വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പം ഞാനൊരു കല്യാണത്തിന് പോകുന്നതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായത് ഡാം ഡോക്കിൻ്റെ തന്നെ ഒരു ഫേസ് സീറം ആണ് കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഒരു പോൺസിൻ്റെ മോയ്സ്ചർ ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാം ഡോക്കിൻ്റെ തന്നെ ഒരു സൺക്രീം ഇടുന്നുണ്ട് കേട്ടോ. SPF 50+++ ആണ്. കുഴപ്പമില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ആക്കുന്നത്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സൺക്രീം നമ്മൾ നല്ല വെയിലൊക്കെ ആണല്ലോ, അപ്പോൾ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. കഴുത്തിനും അതുപോലെ ഫേസിനും നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാ ഞാനത് നല്ലോണം മസാജൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് പൗഡറാണ് യൂസ് ആക്കാറുള്ളത്. പൗഡർ അധികം വേണമെന്നില്ല. നമുക്ക് ഈ ഒരു സൺക്രീം ഇട്ടാൽ തന്നെ നമ്മുടെ ഫേസിന് ചെറിയൊരു മാറ്റമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് കുറച്ച് പൗഡറൊക്കെ എടുത്തു, അതൊക്കെ കുറച്ച് യൂസാക്കി അതൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈബ്രോസാണ്. അപ്പോൾ ഹൈബ്രോ ഞാനിതാ ജസ്റ്റ് പെൻസിലൊക്കെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കുന്നേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അത്രയും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതാ ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണെഴുതുമ്പോൾ ഞാൻ മുകളിലൂടെ എഴുതാറുണ്ട് കൺമഷി കൊണ്ട് തന്നെ. പിന്നെ ഐലൈനർ ഇട്ട് കൊടുക്കാറുണ്ട് ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഐലൈനർ കൂടി എഴുതി കൊടുത്തു. ഈ ഐലൈനറിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മസ്കാരയാണ് കേട്ടോ. മസ്കാര ഞാൻ മുകളിലും താഴെയും ഒരുപോലെ തന്നെ യൂസാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഐ മേക്കപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഐ മേക്കപ്പ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസിൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇത്രയും ഫേസിലൊക്കെ യൂസ് ആക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, പിന്നെ ബാംഗിൾസൊക്കെ ഇട്ടു, പിന്നെ നമ്മുടെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ നമ്മുടെ മേക്കപ്പ് അവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം മറന്നിട്ടുണ്ടോ, ഇയറിങ്സ് ഇടാൻ മറന്നു. അപ്പോൾ ഇയറിങ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ മേക്കപ്പ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.